യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവച ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവെക്കുകയും ചെയ്യുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹാലേലൂയാ 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 ഹാലേലൂയാ. ഈശോയെ, അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ, സംരക്ഷിക്കണമേ. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ ഈ സമയം ഈശോയെ സംരക്ഷണമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വ്യക്തികളെയും, ഞങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയും, ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും എല്ലാം ഈ നിമിഷം സമർപ്പിക്കുന്നു, സംരക്ഷണനായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുരക്തത്തിന്റെ സംരക്ഷണനായി റോമ 3:24, 25, 26 വചനത്തിലൂടെയും 1 യോഹന്നാൻ 1:7 എഫേഷ്യൻസ് 1:7 ഹെബ്രായർ 9:14 ഹെബ്രായർ 12:24 ഹെബ്രായർ 13:20-21 വചനത്തിലൂടെയും 1 പത്രോസ് 1:18 വെളിപാട് 12:11 ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. ആബാപിതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം വലയം ചേരുമെന്ന് 1 യോഹന്നാൻ 1:7 പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചേരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 10:17 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാറൂക്ക് 4:1-2 വെളിപാട് 12:1-2 അമ്മമാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചേരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയാ. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഹെബ്രായർ 1:7 ഞങ്ങൾ വലയം ചേരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. കൊളോസസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ഈ സമയം ഞങ്ങൾ സ്തുതിക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയ. സെന്റ് മാത്യുവിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. സെന്റ് മാർക്കിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. സെന്റ് ലൂക്കിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. സെന്റ് ജോണിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. സെന്റ് പോളിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ ഹാലേലൂയാ. സെന്റ് ആന്റണിയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. സെന്റ് പാദ്രി പിയോനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. ഈശോയെ, വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്രിയ 2:5 സക്രിയ 9:8 വചനത്തിലൂടെ ഈശോയെ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ ഹാലേലൂയാ. കോട്ടയ്ക്കുള്ള മക്കളെ ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 147:13 അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. ഈശോ, അവിടുത്തെ നാമത്താൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് ഫിലിപ്പ് 9:10-11 വചനത്തിലൂടെ അപ്പസ്തലരോട് 4:12 ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹാലേലൂയാ 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 ഹാലേലൂയാ. ഏശയ്യാ 22:22 ജോബ് 12:14 വെളിപാട് 3:7 മത്തായി 8:16 സങ്കീർത്തനം 107 20-21 വചനത്തിലൂടെയും മത്തായി 16:19 യോഹന്നാൻ 20:23 ഈശോയെ, വചനത്തിൽ നിന്നും ഈശോയെ കിട്ടുന്ന എല്ലാ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഈശോയെ 1 കൊരിന്തോസ് 1:10 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും 1 യോഹന്നാൻ 3:8 പ്രത്യേക കൃപയിൽ നിന്നുകൊണ്ടും ഈശോയെ ഈ മക്കളുടെ മേലും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഞങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളിൽ നിന്ന് ഈശോയെ ഞങ്ങൾക്ക് മോചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എഫേസസ് 2:2 എഫേസസ് 5:6 ഏശയ്യാ 30:1 നിയമാവർത്തനം 21:20 1 സാമുവേൽ 15:23 എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികൾ, വിമത സ്വഭാവം, രീതികൾ ഈശോയെ യേശുനാമത്തിൽ വചനത്തെ ധിക്കരിക്കുന്ന സ്വഭാവങ്ങൾ യേശുനാമത്തിൽ
ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഞങ്ങൾ ശ്രവിക്കുന്ന വചനം എടുത്തു കളയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ലൂക്ക 8:12 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ അഴികളും കൂട്ടത്തോടെ 2 കൊരിന്തോസ് 11:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്ന ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14 മത്തായി 5:28 എസെക്കിയേൽ 20:7 നാഹൂം 3:4 1 യോഹന്നാൻ 2:15-16 ഈശോയെ പലതരത്തിലുള്ള വ്യഭിചാര ദുർഭൂത സ്വാധീനങ്ങളെ, വശീകരണ സ്വരങ്ങളെ, വശീകരണ സാന്നിധ്യങ്ങളെ, അതുപോലെ തന്നെ മാധ്യമങ്ങള്, യൂട്യൂബ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെയും ബന്ധങ്ങളിലൂടെയും കേൾവിയിലൂടെയും കാഴ്ചകളിലൂടെയും സ്പർശനത്തിലൂടെയും ഓർമ്മകളിലൂടെയും ഭാവനകളിലൂടെയും കടന്നു വരുന്ന ഈ അരൂപിയെ കൂട്ടത്തോടെ ഇതിന്റെ എല്ലാ സ്വാധീനത്തെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള ലോക അരൂപികള് യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. യാക്കോബ് 4:4 റോമ 8:7 ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള സർപ്പവിഷ സ്വാധീനങ്ങളെ ഈശോയെ എസെക്കിയേൽ 26:16 എസെക്കിയേൽ 29:3 ഏശയ്യ 27:1 ആമോസ് 3:3 ജോബ് 20:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും റോമ 3:14-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകൾ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തിലും അതുപോലെ ഞങ്ങൾ ഇടപെടുന്ന സ്ഥലങ്ങളിലും ഞങ്ങളുടെ പൂർവികരോടും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തലമുറകളായിട്ടുള്ള ബന്ധനങ്ങള്, അരൂപികള് ഈശോയെ എഫേസസ് 3:5 സങ്കീർത്തനം 51:5 വിട്ടുപോകാതെ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെ ബാറൂക്ക് 4:35 യോബ് 40:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. വെറുപ്പ്, വൈരാഗ്യ, വിദ്വേഷ വേരുകളെ മത്തായി 15:13 പിഴുതുകളമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൽപ്പത്തി 4:5 അപ്പോസ്തലന്മാരുടെ 8:23 ഹെബ്രായർ 12:14 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും എഫേസസ് 4:31 പ്രഭാഷകൻ 28:1 മുതൽ 7 വരെയുള്ള വചനത്തിലൂടെയും സങ്കീർത്തനം 109:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള കാപട്യങ്ങൾ, സാമ്പത്തിക കാപട്യങ്ങൾ, ആത്മീയ കാപട്യങ്ങൾ ഈശോയെ പല മുഖങ്ങളുണ്ട് ഈശോയെ കാപട്യത്തിന്. അവയെല്ലാം കൂട്ടത്തോടെ 1 പത്രോസ് 2:1 മത്തായി 24:51 യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ വിജാതി അരൂപികളും 1 കൊരിന്തോസ് 10:19-20 ബാറൂക്ക് 4:7 നിയമാവർത്തനം 18:9 മുതൽ 14 വരെയുള്ള വചനത്തിലൂടെ ലേവ്യർ 19:26 ലേവ്യർ 19:31 നിയമാവർത്തനം 32:17 സങ്കീർത്തനം 106:28 ആവർത്തനം 13:1 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെ എസെക്കിയേൽ 13:20 എല്ലാ തരത്തിലുള്ള മന്ത്രവാദ ചരടുകളെയും ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചേക്കുന്നു. എല്ലാ തരത്തിലുള്ള അധർമ്മികളുടെ സ്വാധീനങ്ങൾ ഈശോയെ ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളിലുള്ള ഈ അധർമ്മികളുടെ സ്വാധീനങ്ങള്, അതിലൂടെ വരുന്ന പല ചതികള്, കെണികള് ജ്ഞാനം 1:16 ജ്ഞാനം 3:19
സങ്കീർത്തനം 22:16 20 സങ്കീർത്തനം 53:4 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവരൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. വ്യാജ പ്രവാചകരുടെ സ്വാധീനങ്ങള് എസെക്കിയേൽ 17:1-10 വരെയുള്ള വചനത്തിലൂടെ, 2 തെസ്സലോനിക്ക 2:1-10 വരെയുള്ള വചനത്തിലൂടെ, ജ്ഞാനം 14:20 വെളിപാട് 2:2 ഗലാത്യ 1:6-9 വരെയുള്ള വചനത്തിലൂടെ, 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും, 2 കൊരിന്തോസ് 11:14-15 വചനത്തിലൂടെയും പലതരത്തിലുള്ള ശുശ്രൂഷകളോടെ കടന്നു വരുന്ന, വ്യാജ ശുശ്രൂഷകളോട് കടന്നു വരുന്ന സ്വാധീനങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. അഹങ്കാരത്തിന്റെ അരൂപികൾ, ആത്മീയ അഹങ്കാരം, ഭൗതിക അഹങ്കാരം, കഴിവുകളുടെ അഹങ്കാരം, സൗന്ദര്യത്തിന്റെ അഹങ്കാരം, കുടുംബ മഹിമയുടെ അഹങ്കാരങ്ങള് ജെറമ്യ 50:30-31 വചനത്തിലൂടെയും, ലൂക്ക 1:51 ഒബേദ്യ 1:3 ഏഷ്യ 14:12 പ്രഭാഷകൻ 10:10-18 വരെയുള്ള വചനത്തിലൂടെയും ഈശോയെ ഒത്തിരിയേറെ സ്വയം മഹത്വപ്പെടുത്തുന്ന സ്വഭാവ, പ്രവർത്തന, സംസാര അരൂപികളെ യോഹന്നാൻ 7:17-18 വചനത്തിലൂടെയും യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവരൊക്കെ 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള വിചിത്ര പഠനങ്ങളെ ഹെബ്രായർ 13:8-9 വചനത്തിലൂടെയും, എഫേസസ് 4:14 അപ്പസ്തോലനോട് 17:21 കൊളോസസ് 2:8 1 തിമോത്തി 6:20-21 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളുടെ സ്വാധീനങ്ങൾ ഈശോയെ ജ്ഞാനം 4:12 1 കൊരിന്തോസ് 15:33 സങ്കീർത്തനം 50:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. വ്യർത്ഥഭാഷന്റെ അരൂപികള് എഫേസസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. വ്യാജ ദർശന സ്വപ്ന സന്ദേശങ്ങള് ജെറമ്യ 14:14 എസെക്കിയേൽ 22:28 അപ്പസ്തോലനോട് 16:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. എതിർ ക്രിസ്തുവിന്റെ അരൂപികള് 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്ക 2:1-12 വരെയുള്ള വചനത്തിലൂടെ, മത്തായി 24:24 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലും ആശയക്കുഴപ്പത്തിന്റെ അരൂപികള് ഏഷ്യ 19:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഭോജനപ്രിയത്തിന്റെ അരൂപികള് ഫിലിപ്പിയ 3:19 റോമ 16:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. മദ്യപാനാസക്തിയുടെ മേലുള്ള അരൂപികൾ ഏഷ്യ 5:11 ഏഷ്യ 5:12 ഏഷ്യ 5:22 ഏഷ്യ 28:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ. നിദ്രാലസ അരൂപികള് റോമ 11:8 ഏഷ്യ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചേക്കുന്നു. ആത്മീയ വളർച്ച, സാമ്പത്തിക വളർച്ച, സമാധാനത്തുള്ള മുന്നോട്ടത്തെ തടസ്സപ്പെടുത്തുകയും അതിനു വേണ്ടി ഗൂഢാലോചന നടത്തുന്ന എല്ലാ തരത്തിലുള്ള രൂപികളെയും ഏഷ്യ 8:10-12 വരെയുള്ള വചനത്തിലും നാഹൂം 1:9-12 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയ. കുറ്റാരോപണത്തിന്റെ സ്വഭാവ രീതികള്, അതിന്റെ മേലുള്ള അരൂപികള് പ്രഭാഷകൻ 11:7 പുറപ്പാട് 23:7 മത്തായി 7:1 യാക്കോബ് 4:11-12 വചനത്തിലൂടെയും റോമ 2:1 സക്രിയ 3:1 വെളിപാട് 12:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നവർക്ക് 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയാ, ഹാലേലൂയ. എല്ലാ നുണ അരൂപികളെയും കൂട്ടത്തോടെ
യോഹന്നാൻ 8:44 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. വ്യാജ പൈശാചിക അത്ഭുത അടയാളങ്ങള് വെളിപാട് 16:13-14 വചനത്തിലൂടെയും മത്തായി 24:23-24 വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:3-5 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകം നൽകണമേ. വചനത്തിന് കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ. ലൂക്ക 2:19, ലൂക്ക 2:51 അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു, 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 സമർപ്പിക്കുന്നു. ഈശോയെ, മഹത്വം, മഹത്വം, മഹത്വം അങ്ങേക്ക് മാത്രം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏശയ്യാ 66:2. ഏശയ്യാ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ക്രൂശിതനിലൂടെ ആധാമിക സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തു ചൈതന്യത്തിലേക്ക് എന്ന വിഷയത്തെ കുറിച്ചാണ് നാം ധ്യാനിക്കുക. 1 കൊറിന്തോസ് 15:45. 1 കൊറിന്തോസ് 15:45. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. 1 കൊറിന്തോസ് 15:48. 1 കൊറിന്തോസ് 15:48. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. 1 കൊറിന്തോസ് 15:47. 1 കൊറിന്തോസ് 15:47. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ആദാമിന്റെ ആത്മാവിന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. ഉൽപ്പത്തി 2:7. ഉൽപ്പത്തി 2:7. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ജോബ് 33:4. ജോബ് 33:4. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. മഹാനായ വിശുദ്ധ ബേസില് ഇതിനെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ദൈവം അവിടുത്തെ കൃപയുടെ അംശം മനുഷ്യനില് നിവസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ദൈവത്തിന്റെ സാദൃശ്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുകയും അതിനോട് ചേർന്ന് നിൽക്കാനും കൂടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ആദാമിന്റെ പാപത്തിൽ വീഴുന്നതിന് മുമ്പുള്ള ഒരു സമയത്തുണ്ടായിരുന്നത് കൃപയും ദൈവത്തെ വ്യക്തിപരമായി അറിയുകയും ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് അറിവും ദാനങ്ങളും ഉള്ളവനായിരുന്നു. ആ ആദാമ് ആണ് ദൈവത്തിന്റെ പറുദീസായിലേക്ക് ജീവിക്കാൻ വിടുന്നത്. അവിടെ ശരീരം ഭൂമിയിലായിരുന്നെങ്കിലും അവനിൽ നിവേശിപ്പിച്ച ആ അരൂപി മാലാഖമാരോട് ഐക്യപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. വിശുദ്ധ അഗസ്തീൻ പറയുക, ഓരോ മനുഷ്യന്റെ ആത്മാവും ദൈവത്തിലാണ് ആയിരിക്കുക,
അവിടുത്തെ സത്യത്തിലും ജ്ഞാനത്തിലുമായിരിക്കുക. ആത്മാവിന് അങ്ങനെ ഒരു നിത്യതയുണ്ട്. ഈ ലോകത്തിലായിരിക്കാനുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പേ നമ്മുടെ ആത്മാവിന് അസ്തിത്വമുണ്ട്. ജെറമിയ 1:5. ജെറമിയ 1:5. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. എഫേസുസ് 1:4. എഫേസുസ് 1:4. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തെങ്കിൽ ക്രിസ്തുവും ലോകസ്ഥാപനത്തിന് മുമ്പുണ്ടായിരുന്നു. യോഹന്നാൻ 17:24. യോഹന്നാൻ 17:24. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹമാണ് ആത്മാവിന് വേണ്ടി ദൈവം കാത്തിരിക്കുന്നു എന്ന് യാക്കോബ് 4:5 നാം കേൾക്കുന്നത്. യാക്കോബ് 4:5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ആദാമിനെ ദൈവം ഏദനിലാണ് പറഞ്ഞു വിടുന്നത്. ഉൽപ്പത്തി 2:15. ഉൽപ്പത്തി 2:15. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. അവിടത്തെ അധ്വാനം ഭാരമുള്ളതല്ല. ഭൂമിയിലെ അധ്വാനം പോലെ ഒരു അധ്വാനമല്ല ആദാമിന് പറുദീസായിലുണ്ടായിരുന്നത്. പറുദീസായിലുണ്ടായിരുന്ന അധ്വാനം ഒരു സംരക്ഷണത്തിന്റെ അധ്വാനമായിരുന്നു. ഈ അധ്വാനം തന്നെയാണ് ദൈവം ഓരോ ദൈവ മക്കളിൽ നിന്ന് ഇന്നും മാമോദിസ സ്വീകരിച്ചവരിൽ നിന്ന് പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നത്. മാമോദിസ സ്വീകരിക്കുന്ന ഓരോ ദൈവ മക്കളും പറുദീസായിൽ ആദാമിനുണ്ടായിരുന്ന ചൈതന്യത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സുഭാഷിതം 4:23. സുഭാഷിതം 4:23. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതിനെന്താ വേണ്ടത്? ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിൽക്കണം. സങ്കീർത്തനം 119:11. സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടണമെന്ന് ലൂക്ക 2:19 51 നാം വായിക്കുന്നുണ്ട്. ലൂക്ക 2:19. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ലൂക്ക 2:51. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ചു കഴിയുമ്പോൾ വരുന്നതാണ് ജീവന്റെ ഉറവകൾ. യോഹന്നാൻ 7:38. യോഹന്നാൻ 7:38. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഉൽപ്പത്തി 2:10 മുതൽ 15 വരെയുള്ള വചനങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 2:10-15. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തതിന്റെ പേര് പിശോൺ,
അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുശ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. ഹൃദയമാകുന്ന പറുദീസായുടെ ചുറ്റും ഒഴുകേണ്ട നദികളാണ് ഇവയെല്ലാം. ജ്ഞാനത്തിൽ നിന്ന് വരുന്ന ഉറവകളാണ് ഇവയെല്ലാം. 4 കാര്യങ്ങളാണ് ഇവിടെ ഒഴുകുന്നത്. പീഷോൻ വിവേകത്തിന്റെ ആണെങ്കിൽ ഗീഹോൻ സംയമനത്തിന്റെയും ടൈഗ്രീസ് ധൈര്യത്തിന്റെയും യുഫ്രട്ടീസ് നീതിയുടേതുമാണ്. പ്രഭാഷകൻ 24 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. പ്രഭാഷകൻ 24, 23, 27. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പിഷോൻ നദി പോലെയും ആദ്യഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും പോലെത്തെ ഗിഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ഇതുപോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിലും ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൂടി നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം. പ്രഭാഷകൻ 15:14. പ്രഭാഷകൻ 15:14. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. ഉൽപ്പത്തി 2:16. ഉൽപ്പത്തി 2:16. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുക. ഇംഗ്ലീഷില് ഈ ഒരു പദത്തെ ഉപയോഗിക്കുക യു മേ ഫ്രീലി ഈറ്റ് എന്നാണ്. ഇവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ സ്വാതന്ത്ര്യവും അതോടൊപ്പം സംരക്ഷണവുമാണ് നാം കാണുക. ഒരു ദൈവമക്കളോട് ദൈവം പാപം ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല, അതിന് അനുവദിച്ചിട്ടുമില്ല. പ്രഭാഷകൻ 15:20. പ്രഭാഷകൻ 15:20. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. അങ്ങനെയെങ്കിൽ പാപം ആരുടേതാണ്? ആരാണ് ആദ്യം മുതൽ പാപം ചെയ്തിട്ടുള്ളത്? 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പാപം ചെയ്യുന്നവന് പറുദീസായും സ്വർഗീയ അനുഭവത്തിലുള്ള സ്തുതിപ്പ് ചേർന്നതല്ല. സ്തുതിപ്പ് കുറയുക എന്നാല് ദൈവമഹത്വത്തെ ഇല്ലാതെ സ്വന്തം മഹത്വം കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് പാപ ലക്ഷണങ്ങളാണ്. പ്രഭാഷകൻ 15:9. പ്രഭാഷകൻ 15:9. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അതോടുകൂടി ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏശയ 59:2. ഏശയ്യ 59:2. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. യോഹന്നാൻ 9:31.
യോഹന്നാൻ 9:31. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. 1 പത്രോസ് 3:12. 1 പത്രോസ് 3:12. എന്തെന്നാൽ കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. സുഭാഷിതം 28:9. സുഭാഷിതങ്ങൾ 28:9. നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. ഏശയ്യ 1:15. ഏശയ്യ 1:15. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. ദൈവത്തിന്റെ കാരുണ്യമുണ്ടെങ്കിലേ പശ്ചാത്താപം കിട്ടുകയുള്ളൂ. മറഞ്ഞിരിക്കുന്നതും ഒളിഞ്ഞിരിക്കുന്നതും രഹസ്യമായിരിക്കുന്ന പാപങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി തരുകയുള്ളൂ. റോമ 2:4. റോമ 2:4. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? തോബിത്ത് 3:3. തോബിത്ത് 3:3. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യണമേ. എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ. സങ്കീർത്തനം 19:12. സങ്കീർത്തനം 19:12. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ജോബ് 34:31. ജോബ് 34:31. ഞാൻ ശിക്ഷ അനുഭവിച്ചു, ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല. എനിക്ക് അജ്ഞാതമായി തെറ്റുണ്ടെങ്കിൽ കാണിച്ചു തരണമേ. ആദാമിന്റെ പതനത്തിന്റെ കാരണങ്ങളിൽ നാം ധ്യാനാത്മകമായി ചിന്തിക്കുകയാണെങ്കിൽ ജ്ഞാനത്തിൽ നിന്ന് വരുന്ന 4 ഗുണങ്ങള് ശ്രദ്ധിക്കാതെ പോയതാണ്. വിവേകം, സംയമനം, ധൈര്യം, നീതി. ആദ്യത്തേത് വിവേകം. ആദം വേണ്ടത്ര വിവേചിച്ചില്ല. സാത്താന്റെ തന്ത്രത്തെ വിവേചിച്ചില്ല. എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? പറുദീസായിൽ മറ്റു ജീവികൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ ജീവി അവിടെ എങ്ങനെ വന്നു? അതോ യഥാർത്ഥത്തിൽ ശാരീരികമായിട്ട് ഇതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നുവോ? വിശുദ്ധര് ധ്യാനിച്ച് പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. സെന്റ് ജോൺ ഓഫ് ഡമാസ്കസ് പാപത്തിനു മുമ്പ് സാഹോദര്യത്തിന്റെ ഒരു കാലഘട്ടവുമായിരുന്നു. അവര് പറുദീസായിൽ അല്ലായിരുന്നെങ്കിലും എല്ലാവരുമായി ഒരു സൗഹാർദ്ദമുണ്ടായിരുന്നു. ഈ സൗഹാർദ്ദത്തിൽ ഏറ്റവും കൂടുതൽ സൗഹാർദ്ദമുണ്ടായിരുന്ന ഒരു ജീവിയാണ് സർപ്പം. ആദാമിന് സർപ്പത്തിന്റെ ബുദ്ധിയെ, കൗശലത്തെ ഒക്കെ വലിയ അഭിപ്രായമായിരുന്നു. ഈ വലിയ അഭിപ്രായത്തിന്റെ നിമിഷങ്ങളിലാണ് അവനിൽ നിന്ന് വരുന്ന കാര്യത്തെ കുറിച്ച് വിവേചിക്കാൻ വിട്ടുപോവുകയും നിശബ്ദമായി ഹവ്വയോട് സംസാരിക്കുന്നത് കേൾക്കുകയും അതിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നത്. ഈ പതനം അന്ന് മാത്രല്ല, ആദാമന്റെ സ്വഭാവ പ്രത്യേകതയുള്ള നമ്മളിലും ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഏറ്റവും അടുത്ത്
വിശ്വസ്തരാന്ന് വിചാരിക്കുന്നവരിലൂടെ ആയിരിക്കും ഏറ്റവും വലിയ കെണി, സർപ്പത്തിന്റെ കെണി നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അത് ചിലത് വശീകരണ സ്വരത്തിലൂടെയും സാന്നിധ്യത്തിലൂടെ ആയിരിക്കും. അവിടെ വിവേകമോ വിവേചനമോ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുക ആഴമായ വിവേചന ചൈതന്യത്തിലാണ് നാം ജീവിക്കേണ്ടത്. സുഭാഷിതം 3:21. സുഭാഷിതം 3:21. മകനെ, അന്യൂനമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. ഫിലിപ്പിയ 1:9. ഫിലിപ്പി 1:9. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചനാശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി, നീതിക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പോകുകയും അങ്ങനെ ദൈവത്തിന്റെ പ്രാമുഖ്യം കൊടുക്കേണ്ട മേഖലകൾ, ആശ്രയവും അനുസരണവും ആരാധനയും മറന്ന് പിശാച് നൽകുന്ന ചില വാഗ്ദാനങ്ങളിലേക്ക് കണ്ണ് പതിക്കുന്നതോടുകൂടി അതിന്റെ പരിണത ഫലം എന്നോണം കൂടെയുണ്ടായിരുന്ന ആ വ്യക്തിയെ കുറ്റാരോപണത്തിന് കാരണമാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ മറ്റു സ്വരങ്ങൾക്ക് സാന്നിധ്യത്തിന് വാതിൽ തുറന്നിട്ട് പതനം കഴിയുമ്പോൾ കുറ്റാരോപണത്തിന് വേണ്ടി വ്യക്തികളെയും സാഹചര്യങ്ങളെയും അന്വേഷിക്കുന്ന ഒരു ഭാവം നമ്മുടെ സ്വഭാവ പ്രത്യേകതകളിലും ഉണ്ട്. മൂന്നാമതായിട്ട്, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കാനുള്ള ധൈര്യം ഉപേക്ഷിച്ച ഒരു അവസ്ഥ. എന്തൊക്കെയാണ് ആ ധൈര്യം നഷ്ടപ്പെടുത്താൻ കാരണമായത്? ഹവ്വ പറഞ്ഞതനുസരിച്ച് സ്വീകരിച്ചില്ലെങ്കിൽ ഹവ്വയ്ക്ക് വിഷമാവില്ലേ? പിന്നെ ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഉൾബലമില്ലായ്മ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കാണുന്നതല്ലേ? നമ്മുടെ ജീവിതത്തെ ഒന്ന് ആഴമായി പരിശോധിച്ചാൽ ഗലാത്യ 1:10 നിന്ന് നാം എത്ര പേര് മോചിതരായിട്ടുണ്ട്? ഗലാത്യ 1:10. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു. ഇവിടെയാണ് നാം വചനത്തിലൊക്കെ വന്ന് പറയും 1-ാം പ്രമാണം അച്ചിട്ട പാലിക്കുന്നതെന്ന്. ആന്തരികമായിട്ട് അങ്ങനെയാണോ? ഇപ്പോഴും നാം പ്രാർത്ഥനയിൽ പറയുന്നില്ലേ, എന്റെ മക്കൾ, എന്റെ സ്വത്ത്, എന്റെ ഭാവി, ഇതൊക്കെ നമ്മുടെ ആണോ? ഇതെല്ലാം ദൈവത്തിന്റെ അല്ലേ? അതുകൊണ്ടല്ലേ ജോബ് പ്രാർത്ഥിച്ചത്? ജോബ് 1:21. ജോബ് 1:21. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. മക്കള് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? സമ്പത്ത് ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇതെല്ലാം നഷ്ടപ്പെടാൻ കാരണമാകുമ്പോൾ നമ്മുടെയൊക്കെ ആത്മാവിന്റെ അവസ്ഥ എവിടെയാണ്? ഇവരെല്ലാം വിഗ്രഹങ്ങളായിട്ട് വരുന്നത് കൊണ്ടല്ലേ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏറ്റവും ആദ്യത്തെ പട്ടികയിൽ നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ ഭാവി,
വിഗ്രഹാരാധനയാണ് ഇതൊക്കെ. ബാഹ്യമായി കുമ്പിടുന്നില്ലെങ്കിലും ആന്തരികമായി കുമ്പിടുന്നത് ദൈവത്തിന്റെ മുമ്പിലല്ല. ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും എൻ്റെ മക്കളുടെ മുഖമാണ്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖമാണ്, എൻ്റെ ഭാവിയുടെ മുഖമാണ്, എൻ്റെ ജോലിയുടെ മുഖമാണെങ്കിൽ നാം ഓരോരുത്തരും വിഗ്രഹാരാധകരാണ്. അനുദപിക്കണം. നാലാമതായിട്ട് ആദാമിന്റെ സ്വഭാവത്തിൽ വന്ന പതനം എന്ന് പറയുന്നത് സംയമനം ഇല്ലാത്ത ഒരു അവസ്ഥ. ദൃശ്യമായവയിൽ ആകൃഷ്ടമാവുകയും അതിൽ നിന്ന് കിട്ടുന്ന സുഖം, കാരണം സർപ്പം എന്ന് പറയുന്നത് സുഖത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് സർപ്പം വരുന്നത്. ആത്മീയ ഗുരുക്കന്മാര് പറയുന്നത് ബാഹ്യമായ ഒന്നിൽ നിന്നല്ല, ഉള്ളിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ സുഖത്തിന്റെ സർപ്പം ഇപ്പോഴും വാഴുന്നുണ്ടോ? അതിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇവിടെ ഈ ഒരു മേഖലകളിൽ ശ്രദ്ധിക്കാതെ പോയ ഒത്തിരി ആത്മീയ ഉന്നത തലത്തിലെത്തിയവരുടെ വീഴ്ചകൾ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ്. കൗൺസിലിംഗ് തുടങ്ങി, ആത്മീയ സംഭാഷണം, അതിന് തുടർന്ന് വൈകാരിക അടുപ്പം, പിന്നെ അവസാനിക്കുന്ന ജഡികതയിൽ. മറന്നുപോയ വചനം, ഹൃദയത്തിൽ കുറിച്ചിടാതെ പോയ വചനം, സംയമനം ഇല്ലാതെ പോയതിന്റെ കാരണം ഒരു വചനം അത് ഹൃദയത്തിലുണ്ടെങ്കിൽ ഇത്തരം പതനങ്ങൾ ഉണ്ടായവരെ പോലെ നമുക്കും ഉണ്ടാകാതിരിക്കാൻ സാധിക്കും. ഗലാത്യ 3:3. ഗലാത്യ 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഗലാത്യ 6:1. ഗലാത്യ 6:1. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലാകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ആദാമിന്റെ പതനം മനുഷ്യകുലത്തെ മുഴുവൻ മരണത്തിന് കാരണമായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മിൽ സംഭവിക്കുന്ന മരണങ്ങൾ, പാപത്തോട് സംഭവിക്കുന്ന മരണങ്ങൾ നമ്മോടൊപ്പം അവസാനിക്കുന്നില്ല. 1 കൊറിന്തോസ് 15:22a. 1 കൊറിന്തോസ് 15:22. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. റോമ 5:12. റോമ 5:12. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ആദാം ഒരു വൃക്ഷത്തിനരികിൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ഈ ആദ്യ വൃക്ഷം കൊണ്ടുവന്നത് ലജ്ജ, ഭയം, കുറ്റാരോപണം. ആദാം ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചു. ദൈവം അവന് കൊടുത്ത പരിഹാരം എന്തായിരുന്നു? ഉൽപ്പത്തി 3:23. ഉൽപ്പത്തി 3:23. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. പറുദീസ അവസ്ഥയിൽ നിന്ന് ഭൗമിക അവസ്ഥയിലേക്ക് മനുഷ്യകുലം വരുന്നതാണ്. നമ്മുടെ ആത്മാവിലും ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. പ്രഭാഷകൻ 40:1-2. പ്രഭാഷകൻ 40:1-2. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ
ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. ഉൽപ്പത്തി 3:17. ഉൽപ്പത്തി 3:17. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. പ്രഭാഷകൻ 40:5. പ്രഭാഷകൻ 40:5. കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവന് വിഭ്രാന്തി ഉളവാക്കുന്നു. പ്രഭാഷകൻ 40:9. പ്രഭാഷകൻ 40:9. മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ദൈവം ഇതെല്ലാം അനുവദിക്കുന്നത് ഒരു ശിക്ഷണത്തിനാണ്, ഉപേക്ഷിക്കാനല്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് വാഗ്ദാനങ്ങള് തുടർന്ന് നൽകുന്നുണ്ട്. ഏശയ്യാ 61:10. ഏശയ്യാ 61:10. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. ദൈവവചന അർത്ഥത്തില് അണിയിക്കുക എന്ന് പറയുക പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിഹാരത്തിന്റെ ആരംഭം പിതാവായ ദൈവം തന്നെയാണ് ചെയ്തത്. ഉൽപ്പത്തി 3:21. ഉൽപ്പത്തി 3:21. ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ഉൽപ്പത്തി 9:23. ഉൽപ്പത്തി 9:23. ശേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നിയെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചു പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിന്റെ നഗ്നത കണ്ടില്ല. ആദാമിക സ്വഭാവ സ്വാധീനങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തു ചൈതന്യത്തിലേക്ക് വരുന്നത് പരിഹാര ജീവിതമെങ്കിൽ അവിടെ മനുഷ്യകുലത്തില് കാണുന്ന പോരായ്മകളും ബലഹീനതകളും പറഞ്ഞു നടക്കാനുള്ളതല്ല. പറഞ്ഞു നടക്കാൻ ആർക്കും പ്രത്യേകിച്ച് അധ്വാനം വേണ്ട. അത് ചെയ്ത ഒരു മകനുണ്ട് ഉൽപ്പത്തിയില്. അവൻ എന്താ സംഭവിച്ചതെന്നും കൂടി നമുക്കറിയാം. ഉൽപ്പത്തി 9:22. ഉൽപ്പത്തി 9:22. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തന്റെ 2 സഹോദരന്മാരോടും പറയുകയും ചെയ്തു. പരിഹാരം ചെയ്യാതെ പറഞ്ഞു നടന്നവനാണ് ഈ ഹാം. അവന്റെ തലമുറയ്ക്ക് കിട്ടുന്നത് ശാപമാണ്. അതാണ് ഉൽപ്പത്തി 9:24. ഉൽപ്പത്തി 9:24. ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ ചെയ്തത് എന്തെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. ഇത് നാം ഓരോരുത്തർക്കും സംഭവിക്കാവുന്നതാണ്. ആരുടെയെങ്കിലും കുറവ് കണ്ട് പറഞ്ഞാൽ ആ അരൂപിയെ നാം ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. അതാണ് പിന്നെ അതരത്തിലൂടെ പോകുന്നത്. അതരത്തിലൂടെ സംഭാഷണത്തിലൂടെ പോയ അരൂപി ഹൃദയത്തിൽ നിന്ന് പോകാതെ വരുമ്പോൾ അതേ കാര്യം പറഞ്ഞ വ്യക്തിയിലോ അല്ലെങ്കിൽ തലമുറയിലേക്കോ ശാപമായി കടന്നു.
അതുകൊണ്ട് പരിഹാരം മറന്നുള്ള ഒരു ക്രൈസ്തവ ജീവിതം ക്രിസ്തു ചൈതന്യത്തിൽ ഉള്ളതല്ല. ഇതെല്ലാം വളരെ ആഴമായി നാം ബോധ്യപ്പെടേണ്ടതാണ്. നാം ക്രിസ്തുവിനെ ധരിക്കേണ്ടവരാണ്. ബന്ധനങ്ങളിൽ മോചിതരായി ജീവിക്കേണ്ടവരാണ്. ലൂക്ക 8:35. ലൂക്ക 8:35. സംഭവിച്ചത് എന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്ത് വന്നു. പിശാചുബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. ലൂക്ക 15:22. ലൂക്ക 15:22. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. ഹഗ്ഗായി 2:23. ഹഗ്ഗായി 2:23. ഷയാൽത്തിയേലിന്റെ മകനും എന്റെ ദാസനുമായ സെറുബ്ബാബേലേ, അന്നു ഞാൻ നിന്നെ എന്റെ മുദ്രമോതിരം പോലെയാക്കും. എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ക്രിസ്തു ചൈതന്യത്തിലേക്ക് വന്നവര് ധരിക്കേണ്ടത് എന്തൊക്കെയെന്ന് കൊളോസസ് 3:12 പറയുന്നുണ്ട്. കൊളോസോസ് 3:12. അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ധരിച്ചാൽ സ്വർഗീയന്റെ സാദൃശ്യമാണ് നാം ധരിക്കുക. 1 കൊറിന്തോസ് 15:49. 1 കൊറിന്തോസ് 15:49. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. ക്രൂശിതനിലൂടെ ആദാമിക സ്വഭാവത്തിൽ നിന്ന് ക്രിസ്തു ചൈതന്യത്തിലേക്ക് വളരാൻ, ഒരു പരിഹാര ജീവിതം നയിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുവാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ മേലുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.